ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിൽ തീപ്പെട്ടിയൊക്കെ എടുത്താൽ കത്താതെയൊക്കെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ടുള്ള ഈസി ടിപ്പെന്ന് പറഞ്ഞാൽ തീപ്പെട്ടി കൊണ്ടത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എടുത്തു കഴിഞ്ഞിട്ട് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കത് ഡ്രൈ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സെക്കൻഡ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അലമാരയിലൊക്കെ കുറേ നാളൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അത് ഉപയോഗിക്കാൻ എടുത്ത് കഴിയുമ്പോൾ ഒരു മണം കാണും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സ്പ്രേ ഒക്കെ അടിച്ചിട്ടായിരിക്കും പോകണം. അപ്പോൾ സ്പ്രേ ഒക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ തുണിയുടെ കളറിനൊരു ഇത് വരും, മങ്ങൽ വരും. അപ്പോൾ പഴകിയ ഒരു രീതിയിലോട്ട് പോകും. അപ്പോൾ തുണി നമുക്ക് പുതിയത് മാറ്റി വാങ്ങേണ്ട, നമുക്ക് അതായത് നമ്മുടെ തുണി ഫ്രഷ് ആയിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലി കവറില്ലേ, സോപ്പിൻ്റെ ആ ഒരു കാലി കവർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തുണികളുടെ ഇടയിലോട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പം അത് നമ്മൾ തുണി എടുക്കുമ്പോൾ, ഇടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ, ഡ്രസ്സ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ല് നമുക്കവിടെ കിട്ടും. നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന പെർഫ്യൂമോ ഇതൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം പെർഫ്യൂം അടിച്ച തുണി പിന്നെ നമ്മൾ ഓർക്കാതെ കൊണ്ട് തേച്ചാൽ പൊള്ളാനും കത്തിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പുതുപുത്തൻ തുണികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വല്ലപ്പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന തുണികൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും തുണി നല്ല പുത്തൻ പുതിയതുപോലെ, അതായത് വാങ്ങിച്ചപ്പോൾ ഇരുന്ന് എങ്ങനെയാണോ കളറൊന്നും മങ്ങാതെ പഴകാതെ നല്ല ഫ്രഷായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഈ സോപ്പ് കവർ ഷർട്ടിൻ്റെ ഒക്കെ പോക്കറ്റിലിട്ട് വെച്ചാലും ഈ പറയുന്നൊരു സെയിം ഉപയോഗം തന്നെയാണ്. അതായത് സ്മെല്ലൊന്നും ഇല്ലാതെ നമുക്ക് തുണി എപ്പോഴും നല്ല ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉപ്പ് പാത്രത്തിലൊക്കെ എപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഒരു നനവ് കാണും, സൈഡിൽ വെള്ളത്തുള്ളികൾ പോലെ ഈർപ്പം പോലെയൊക്കെ കാണും. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഈർപ്പം മാറ്റാനായിട്ട് നമ്മുടെ വീട്ടിൽ വിറകിൻ്റെ ഒക്കെ കഷ്ണം കാണില്ല, ഇതുപോലെ കുഞ്ഞു തടിക്കഷ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതുപോലെ എടുത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഈ തടിക്കഷ്ണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിരട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ പീസാണെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഈർപ്പം വലിച്ചെടുത്തോളും. നമുക്ക് അങ്ങനെ ഇത് യൂസാക്കും. പിന്നെ നമ്മൾ മീൻ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്മെല്ലൊക്കെ മാറ്റാൻ നമ്മൾ ചിലപ്പോൾ തുളസിയിലൊക്കെ എടുത്ത് കയ്യിൽ തിരുമ്മുമായിരിക്കും. അപ്പോൾ നമ്മൾ തുളസിയില തിരുമ്മുന്ന കൊടുത്തിതാ ഒരു പനിക്കൂർക്കലയും കൂടി എടുത്ത് രണ്ടും കൂടി ഒന്നിച്ചൊന്ന് തിരുമ്മുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് അടിപൊളിയായിരിക്കും. സോപ്പിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കയ്യിൽ നല്ല സ്മെല്ലായിരിക്കും. പനിക്കൂർക്ക ഒറ്റയ്ക്കും എടുക്കരുത്, തുളസിയില ഒറ്റയ്ക്കായിട്ടും എടുക്കരുത്, രണ്ടും കൂടി മിക്സ് ചെയ്ത് പുരട്ടുവാണെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. കൈ സോപ്പിട്ട് പോലും കഴുകേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നെയിൽ കട്ടറിൻ്റെ ഒക്കെ മൂർച്ച പോവുകയാണെങ്കിൽ മൂർച്ച കൂട്ടിയെടുക്കാനുള്ള ഒരു ഈസി ടിപ്പാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനൊരു വേറൊരു ടിപ്പ് ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറൊരു ടിപ്പ്. അതായത് നമ്മൾ ഇതിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലിരിക്കുന്ന പഴയ താക്കോലൊക്കെ കാണുമല്ലോ, പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും താക്കോൽ എടുക്കുക. അപ്പോൾ താക്കോൽ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആ ഇടയിലോട്ട് കയറുന്ന ആ ഒരു വലുപ്പത്തിലുള്ള കുഞ്ഞു താക്കോൽ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആ വെട്ടാനെടുക്കുന്ന ആ ഒരു ഭാഗം താക്കോലിൻ്റെ ഇടയിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമ്മുടെ നെയിൽ കട്ടർ നല്ല മൂർച്ചയുള്ളതായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പെന്ന് പറയുന്നത്. കുഞ്ഞു ടിപ്സാണ്. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.